അരൂരിലെ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഉടൻ പരിഹാരം കാണണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മേൽപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ഭാഗത്തെ സർവീസ് റോഡാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി ശോചനീയാവസ്ഥയിലുള്ളത്. മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർവീസ് റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ ഉടൻ നടത്താൻ തീരുമാനമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ജൂലൈ 3 മുതൽ 3 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണമുണ്ടാകും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മേൽപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്തെ സർവീസ് റോഡ് ടാറിടുന്നതിനായി ജൂലൈ 3 മുതൽ 3 ദിവസത്തേക്ക് ഗതാഗതം നിയന്ത്രിക്കും. 3, 4, 5 തീയതികളിൽ ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള കിഴക്കുഭാഗത്തെ സർവീസ് റോഡാണ് ടാർ ചെയ്യുക. ദേശീയപാതയുടെ അരൂക്കുറ്റി ബസ് സ്റ്റോപ്പ് മുതൽ തുറവൂർ ജംഗ്ഷൻ വരെയുള്ള നിലവിൽ തെക്കുഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ഗതാഗതം നിരോധിച്ച് ടാറിംഗ് പൂർത്തിയാക്കും. അരൂരിൽ നിന്ന് തുറവൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അരൂർ അമ്പലം ജംഗ്ഷനിൽ നിന്ന് അരൂക്കുറ്റി വഴി തിരിഞ്ഞ് തൈക്കാട്ടുശ്ശേരി മാക്കേക്കടവ് വഴി തുറവൂർ ജംഗ്ഷനിൽ പ്രവേശിക്കണം. ഫ്ലൈ ഓവറിന്റെ പടിഞ്ഞാറ് വശത്തെ സർവീസ് റോഡിന്റെ ടാറിംഗ് മഴയുടെ സ്വഭാവമനുസരിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തും. ഈ ദിവസങ്ങളിൽ അരൂരിൽ നിന്ന് തുറവൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അരൂക്കുറ്റി ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിഞ്ഞ് അരൂക്കുറ്റി തൃച്ചാട്ടുകുളം മാക്കേക്കടവ് വഴി ദേശീയപാത തുറവൂർ ബസ് സ്റ്റോപ്പിൽ പ്രവേശിക്കാം. എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള കിഴക്കുഭാഗത്തെ ടാറിംഗ് പൂർത്തിയായ റോഡിലൂടെ വടക്കോട്ട് കടത്തിവിടും. മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഉയരപാത നിർമ്മാണ മേഖലയിൽ മഴ ശക്തമായതോടെ റോഡ് തകർന്ന് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് പതിവായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്